ഹായ് ഫ്രണ്ട്സ്, ടെക് വോയിസ് മലയാളം എന്നതിൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഹാൻഡ് ബ്രേക്ക് എന്ന ഒരു വീഡിയോ കംപ്രസറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഹാൻഡ് ബ്രേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ നോക്കാം. വീഡിയോയുടെ സൈസ് എത്രയാണെന്ന് നോക്കാം. നമുക്ക് ആ വീഡിയോ കൺവേർട്ട് ചെയ്തിട്ട് കംപ്രസ് ചെയ്തിട്ട് ചെറുതാക്കാം. ഇപ്പോൾ എത്ര സൈസാണുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് പോയി നമുക്ക് ഇവിടെ കാണാൻ പറ്റും 65.2 MB ആണുള്ളത്. നമുക്കിതിനെ കംപ്രസ് ചെയ്ത് നോക്കാം. എങ്ങനെ കംപ്രസ് ചെയ്യാമെന്ന് നോക്കാം. ഹാൻഡ് ബ്രേക്കർ യൂസ് ചെയ്തിട്ട് എങ്ങനെ കംപ്രസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ക്ലോസ് ചെയ്തു. ഹാൻഡ് ബ്രേക്കർ ഓപ്പൺ ചെയ്യണം. ഇങ്ങനെയൊരു വിൻഡോ ആണ് വരിക. ഇതിലേക്ക് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. നമ്മളെ വീഡിയോ ചുമ്മാ ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ സോഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതൊരു തെലുങ്ക് വീഡിയോ ആണ്, കാർട്ടൂൺ വീഡിയോ ആണ്. അതിവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് MP4 ആണ്. അപ്പോൾ MP4നെ നമുക്ക് ഇട്ടേക്കാം. MKV ഉണ്ട്. MP4 ആണ് നമുക്ക് വേണ്ടത്. MP4 നിങ്ങൾക്ക് വേണ്ട ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് സൈസ് 1280/720 ആണുള്ളത്. അതായത് ഹാഫ് HD സൈസാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് മാറ്റി കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ക്രോപ്പ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ മറ്റേ ക്രോപ്പിംഗ് കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിൽ നിന്ന് എത്ര കട്ട് ചെയ്യണം, ബോട്ടത്തിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് എത്ര കട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ കംപ്രസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഓട്ടോമാറ്റിക്കാണ് കൊടുക്കുന്നത്. ഇപ്പം എത്രയാണോ നമ്മൾ ഓൾറെഡി ഏത് സൈസിലാണോ വീഡിയോ ഉള്ളത് അതേ സൈസ് തന്നെ, പക്ഷേ നമുക്ക് ഫയൽ സൈസ് കുറയ്ക്കണം. ഇപ്പം 65.2 ആണുള്ളത്. അത് കുറച്ചിട്ട് നമുക്ക് ഒരു 1 MB അല്ലെങ്കിൽ 2 MB ഒക്കെ ആക്കി മാറ്റണം. ഇനി നമുക്ക് ഫിൽറ്റേഴ്സിൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് 30 ഫ്രെയിം/സെക്കൻഡ്. ഇവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ട റൈറ്റ് സൈഡിൽ ക്വാളിറ്റി നമുക്ക് കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ. ഇവിടെ കാണാം ലോവർ ക്വാളിറ്റി ആൻഡ് പ്ലേസ്ബോ ക്വാളിറ്റി എന്നുണ്ട്. അതായത് ഹൈ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നമുക്ക് കുറച്ച് നോക്കാം. അപ്പോൾ 22 എടുക്കുന്നത്. നമുക്കൊരു 33, 35, 38 കൊടുത്ത് നോക്കാം. 38 കൊടുത്തിട്ട് ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗസ് ചെയ്തിട്ട് എവിടേക്കാണ് ഡെസ്റ്റിനേഷൻ, എവിടെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അപ്പം സെയിം ഫോൾഡറിൽ തന്നെ നമുക്ക് വേറൊരു ഫയൽ നെയിം കൊടുക്കാം. ഞാൻ 001 കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. എന്നിട്ട് സ്റ്റാർട്ട് എൻകോഡ് എന്ന് കാണാം മുകളിൽ ഒരു ഗ്രീൻ ബട്ടൺ, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ഇവിടെ നിങ്ങൾക്ക് അത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് കംപ്രഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ടാവും. ടൈം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും ഇത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളത്. ഓക്കെ, കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നോക്കാം ഫയൽ എത്രത്തോളം സൈസ് കുറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ഇത് നമ്മൾ മുമ്പ് സോഴ്സ് ഫയലാണ്. ഇത് ഒറിജിനൽ ഫയലാണ്. ഇത് 65.2 MB. ഇപ്പോൾ കംപ്രസ്സായി വന്നത് 17.1.
ഇതിലും കുറഞ്ഞ സൈസിലേക്ക് നമുക്ക് വീഡിയോ കംപ്രസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ക്വാളിറ്റി വളരെ കുറയുന്നതുകൊണ്ട് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സൈസ് വളരെ കുറച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അധികം ആളുകളും വാട്സപ്പിലൊക്കെ വീഡിയോസ് സെൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവുക. കാരണം നമ്മൾ ഹൈ ക്വാളിറ്റി വീഡിയോസൊക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യാനാണെങ്കിലും ഡൗൺലോഡ് ചെയ്യാനാണെങ്കിലും മറ്റുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാനാണെങ്കിലൊക്കെ വലിയ പ്രയാസമാണ്. കൂടുതൽ MB നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ വീഡിയോ കംപ്രസർ യൂസ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തിട്ട് സൈസ് വളരെ കുറച്ചിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അയച്ചു കൊടുക്കുന്നവരെ നിങ്ങൾക്കും വളരെ വേഗത്തിൽ അയക്കാൻ പറ്റും. അവർക്കാണെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വേഗത്തിൽ അത് കാണാനും പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.